ഞാനിപ്പോൾ നിൽക്കുന്നത് ധോലാവീരയിൽ നിന്നും കാവ്ഡയിലേക്കുള്ള ഹൈവേ ആണ്. ഒരു രണ്ട് വരി പാതയാണ്. ഈ പാതയുടെ രണ്ട് വശത്തും റാൻ തടാകമാണ്. ഈ റാൻ തടാകം ഈ സമയത്ത്, അതായത് ജനുവരിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് മൊത്തം വെള്ളം വറ്റിയിട്ട് ഉപ്പ് പാടമായി മാറും. അതിൻ്റെ മനോഹരമായ ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ 30 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ റോഡിന് വിളിക്കുന്നത് റോഡ് ടു ഹെവൻ എന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് വലിയൊരു കാഴ്ച കാണുന്നില്ല. ഇവിടെ കുറച്ച് വെള്ളം വറ്റിയിട്ടുമില്ല, അതുകൊണ്ട് മൊത്തത്തിലൊരു വൈറ്റായിട്ട് കാണുന്നില്ല. അപ്പുറത്തെ സൈഡ് ഫുള്ളായിട്ട് വൈറ്റാണ്. ഈ സൈഡ് കണ്ടതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് നോക്കാം. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻറ്റ് നമ്പർ 5 ആണ്. കുറേ വ്യൂ പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വണ്ടി നിർത്താനൊക്കെ ആയിട്ട് സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്കൊരു സ്ഥലത്തും വണ്ടി നിർത്താനായിട്ട് പറ്റത്തില്ല. ഞങ്ങൾ ഇന്നലെ വന്ന വഴിക്കും ഇതേപോലെ നല്ല പ്രദേശങ്ങൾ കണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ വഴിയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. ഞങ്ങൾ ഇന്നലെ വന്ന വഴി അത്ര ടൂറിസ്റ്റുകൾ വരുന്ന വഴിയല്ല. ഇനി അപ്പുറത്തെ സൈഡിലാണ്, ഈ കാണുന്ന സൈഡിലാണ് ശരിക്കും വെള്ളം ഉപ്പുപാടം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങോട്ട് പോയി നോക്കാം. ഇൻഫിനിറ്റി വരെ കിടക്കുന്ന റോഡ്, റോഡ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് വിളിക്കാം. കാരണം നമുക്ക് കണ്ണിൻ്റെ കാഴ്ച പരിധിക്ക് അപ്പുറത്താണ് ആ റോഡിൻ്റെ എൻഡ് കിടക്കുന്നത്. റോഡ് ടു ഇൻഫിനിറ്റി, റോഡ് ടു ഹെവൻ, അങ്ങനെ പല പേരിൽ അറിയപ്പെടാം. ഈ വെള്ള ഉപ്പുപാടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇത്രയും പ്രസിദ്ധമായി തീർന്നത്. ഇനി വെള്ളം കാണുന്ന സമയത്ത് ഒക്ടോബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വെള്ളം നിറഞ്ഞു കിടക്കും. ആ സമയത്ത് ഒരു കടലിൻ്റെ നടുക്കൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രത്യേകത നമുക്ക് കിട്ടുകയും ചെയ്യും. പനലുകൾ, ഉപ്പ് പനലുകൾ കിടക്കുക. ഇവിടെയും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് പൊന്തിപ്പോവും. ആ ഭാഗത്തായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ അതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സ് ഇട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. ആ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഉപ്പിങ്ങനെ അടക്കിയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ അവിടുത്തെ ദേശീയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. ഇത് ധോലാവീരയ്ക്ക് പോകുന്ന വഴിയാണ്. അങ്ങോട്ട് ധോലാവീരയാണ്, ഇങ്ങോട്ട് കാവ്ഡ പിന്നെ ഫുജിലോട്ടൊക്കെ പോകുന്ന വഴി ഇതാണ്. അങ്ങോട്ട് പോകുന്നത് ഫുജാണ്. കാവ്ഡ തൊട്ട് പിന്നെ ധോലാവീര വഴിയാണ് ഈ റോഡ് ടു ഹെവൻ എന്ന് 30 കിലോമീറ്റർ റോഡ് കിടക്കുന്നത്. 2019 ഈ റോഡ് ഇങ്ങനെ ഈ രൂപത്തിൽ പൂർത്തിയായത്.